നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി 50 ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നിഫ്റ്റി 50യുടെ ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചിരുന്ന ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഒരു 1% ഗ്യാപ്പ് നിഫ്റ്റി 50 തന്നിട്ടുണ്ട്. നമ്മൾ ONGC ആണ് അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് നോക്കാൻ പോകുന്നത്. ONGC ഇവിടെ ഓപ്പണിംഗ് തന്നേക്കുന്നത് 244.19 അപ്പോൾ 244.20 ഏകദേശം ഈ ഒരു ഏരിയ പിടിച്ചു കഴിഞ്ഞാൽ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് ഒരു 1%, താഴത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് ഒരു 1.29% ചേഞ്ചും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു 1%ഓ അല്ലെങ്കിൽ 0.5% എബോ ഉള്ള ഒരു ഏരിയയിൽ നിന്ന് വന്നാണ് ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് നമുക്ക് റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ കുറച്ച് എളുപ്പമുണ്ടാകുമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഇനി തൊട്ടടുത്ത് ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ടടുത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് നടക്കാൻ പോകുന്നത്, ആദ്യത്തെ 5 മിനിറ്റിൽ ബയേഴ്സാണോ കൂടുതൽ വരുന്നത് സെല്ലേഴ്സാണോ കൂടുതൽ വരുന്നതെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ട്രെൻഡിങ് ട്രേഡ് എടുക്കണോ റിവേഴ്സൽ ട്രേഡ് എടുക്കണോ എന്ന് തീരുമാനിക്കാനെന്ന് പറഞ്ഞു. ഓക്കെ, ഇന്നിപ്പോൾ റിവേഴ്സൽ ട്രേഡിന് അനുകൂലമായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. 5 മിനിറ്റും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 4 മിനിറ്റും കൂടെ ഉണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സെല്ലേഴ്സ് 87K ഉള്ളൂ. നമ്മൾ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഇത് വോളിയം പ്രൊഫൈൽ ഫിക്സഡ് റേഞ്ച് നമ്മൾ ഇട്ടേക്കുവാണ്. അതേപോലെ തന്നെ ഇവിടെ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ഓരോ പ്രൈസ് പോയിന്റിലും നടന്നിട്ടുള്ള ടോട്ടൽ സെല്ലിങ്ങും ടോട്ടൽ ബൈയിങ്ങും ഇത് മാർക്കറ്റ് ഓർഡേഴ്സ് ആണ് എന്നാണ് എൻ്റെ വിചാരം കേട്ടോ. അപ്പോൾ മാർക്കറ്റ് ഓർഡേഴ്സ് വന്നത് എത്ര ക്വാണ്ടിറ്റിയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓർഡർ ബ്ലോക്കിൻ്റെ അടുത്ത് സെല്ലിംഗ് ക്വാണ്ടിറ്റി വളരെ ലോ ആണ്, 87K ഉള്ളൂ. ബൈയിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ 4 ഇരട്ടിയിലധികം ഉണ്ട്, 470 ഉണ്ട് കേട്ടോ, ഏകദേശം 5 ഇരട്ടിയോളം ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് അതായത് 240-60 ഈ പറഞ്ഞ പോലെ തന്നെ ഇരട്ടി 2 ഇരട്ടി 3 ഇരട്ടിക്ക് മേളിൽ അവിടെ ഈ ഓർഡറിൻ്റെ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. 250 സെല്ലേഴ്സും 617K ബയ്യേഴ്സും. അപ്പോൾ 250Kയും 617Kയും ആ ഒരു വലിയ വ്യത്യാസം, 3 ഇരട്ടിയുടെ വ്യത്യാസമാണ് ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഇവിടെയുള്ള ബയ്യും വോളിയാണ് ഇവിടെ കൂടുതൽ. സോ ദാറ്റ് ഇങ്ങോട്ട് വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കണ്ണും പൂട്ടി ബൈ എടുക്കാം എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ആയിട്ടില്ല. പിന്നെ നമ്മുടെ ത്രൂ എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ ഓട്ടോമാറ്റിക്കലി വന്നോളും. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. ഇനി മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് ഇവിടുന്ന് വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം 244 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് 244 നിന്ന് ഈ ഏരിയ എന്ന് പറയുമ്പോൾ 246 അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ 753K സെല്ലേഴ്സാണുള്ളത്, ബയ്യേഴ്സ് 207K ഉള്ളൂ. അതിൻ്റെ തൊട്ട് മുകളിലേക്ക് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബയ്യേഴ്സ് ആക്റ്റീവാണ് കുറച്ചും കൂടെ. പക്ഷേ ഈ ഒരു 2 പ്രൈസ് പോയിൻറ്റ്സ് നമുക്കിവിടെ കാണാം. ഇവിടെ വരുമ്പോൾ 813 സെല്ലേഴ്സും 572 ബയ്യേഴ്സും. അപ്പോൾ ബയ്യേഴ്സിനേക്കാൾ കൂടുതൽ ഇവിടെ ഉള്ളത് സെല്ലേഴ്സാണ്. ഇവിടെയാണെങ്കിലും 910 652 605 500. അപ്പോൾ ഇത് ഈ ഏരിയയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് സെല്ലേഴ്സിൻ്റെ ഡൊമിനേഷനാണ്. സോ ദാറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ നമുക്ക് താഴത്തേക്ക് സെല്ല് ചെയ്യാം, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ മുകളിലേക്ക് ബൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നമുക്കിരിക്കാം. ഇനി 1 മിനിറ്റും കൂടെ ഉള്ളൂ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ എൻട്രി എടുത്തിട്ടോ ഞാൻ ബാക്കി റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ മുകളിൽ ചെന്നാൽ എന്തായാലും ഒന്ന് സെൽ ഓർഡർ ഇടാം എന്ന് കരുതുകയാണ്. കാരണം അവിടെ സെല്ലേഴ്സ് ഇന്നലെ വളരെ കൂടുതലുണ്ടായിരുന്നതാണ്. ഇന്നിനി ആക്ച്വലി എന്താണ് നടന്നുകൊണ്ടിരിക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നിരുന്നാലും നമ്മളവിടെ സെല്ല് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് കിട്ടിയേക്കുന്നത് കുറച്ചധികം പ്രൈസ് തള്ളിയിട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നിനിപ്പോൾ ഇതെന്താകും എന്ന് നമുക്കറിയത്തില്ല. നമ്മളിവിടെ പ്രൈസ് കണ്ടപ്പോഴാണ് സെൽ ഓർഡർ ഇട്ടത്, പക്ഷേ ഇവിടെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 1% എന്ന് പറയുമ്പോൾ ഈ ഓർഡർ ബ്ലോക്കിന് മുകളിലാണ്.
സോ ദാറ്റ് എനിവേ ഇന്നും നമുക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് കിട്ടാനുള്ളൊരു സാധ്യതയാണ് അതിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ലിമിറ്റ് ഓർഡർ ഇട്ടെടുക്കുന്നതായിരുന്നു ഭംഗി എന്നാണ് ഇപ്പോൾ നമുക്ക് കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ. എനിവേ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, കുറച്ച് ദിവസത്തേക്കും കൂടെ നമുക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ ബാക്കി കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 1:2 ഇവിടെ ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആക്ച്വൽ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് അടയാളപ്പെടുത്തിയിട്ട് വരാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന നമ്മുടെ ആക്ച്വൽ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഈ റെഡ് ലൈൻ മാർക്ക് ചെയ്തേക്കുന്നത് 246.75 അപ്പോൾ നമ്മളത് മാർക്കറ്റ് ഓർഡർ ആയതുകൊണ്ട് പ്രൈസ് കുറച്ച് തള്ളിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് എന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. സോ ദാറ്റ് ഈ ക്യാൻഡിൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ നമുക്കിവിടെ ഉണ്ട്. വിസിബിൾ റേഞ്ച് പ്രൊഫൈലിൽ നമ്മൾ ഇന്നത്തെ മാത്രം ക്യാൻഡിൽ നിലനിർത്തി കഴിഞ്ഞാൽ ബാക്കി ക്യാൻഡിലൊന്നും കാണാത്ത രീതിയിലേക്ക് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ലേഴ്സ് ഇതുവരെ പ്രസൻറ്റ് ആയിട്ടില്ല എന്ന് കാണാൻ പറ്റും. ബൈയിങ് ക്വാണ്ടിറ്റി മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ എന്നാണ് മാർക്കറ്റ് കാണിക്കുന്നത്. സോ സെല്ലേഴ്സിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു പക്ഷേ താഴത്തേക്ക് പോന്നേക്കാം. കാരണം താഴത്തേക്ക് വന്നാൽ ഇതിന് സെല്ലേഴ്സ് വരാൻ സാധ്യതയുള്ളൂ എന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നലെ ആണെങ്കിൽ പോലും നമുക്ക് ആ റേഞ്ചിൽ അധികം സെല്ലേഴ്സിനെ കാണുന്നില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ താഴത്തേക്ക് പോരുന്നുണ്ട് മാർക്കറ്റ് എന്തായാലും. സോ ദാറ്റ് ഇപ്പോൾ കുറച്ച് ഇന്നലത്തെ ക്യാൻഡിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു സെല്ലേഴ്സിൻ്റെ ഡൊമിനേഷനാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ അതൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഇന്നലത്തെ ഇതിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇന്ന് എൻട്രി എടുത്തു. ഇനിയിപ്പോൾ 1:2 കിട്ടുക എന്നത് മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. അപ്പോൾ ഈ കയറി വരുന്ന വോളിയം അതിനകത്ത് എത്രമാത്രം ബൈയിങ് സൈഡ് കയറി വരുന്നുണ്ട് എന്നതാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പോൾ ഇന്ന് സെല്ലേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് നമുക്കിപ്പോഴും കാണാൻ പറ്റുന്നത്. കാരണം ഇവിടെ കംപ്ലീറ്റ് ബൈയിങ് സൈഡ് വോളിയം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എല്ലാത്തിനെയും ക്ലിയർ ആയിട്ട് നമ്മളുടെ ആക്ച്വൽ സ്റ്റോപ്പ് ലോസ് 0.5% ഇറക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ ഓർഡർ ബ്ലോക്കിനുള്ളിലാണെന്നുള്ളത് കാണാം. അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത് ആക്ച്വലി. എന്നിരുന്നാലും ഇന്നലത്തെ ആ വാല്യൂ ഏരിയ ഹൈ ആയിരുന്നു ഇത്. സോ ദാറ്റ് അവിടെ ടച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ ആക്ച്വലി എൻട്രി എടുത്തത്. പക്ഷേ ആ പ്രൈസ് നമുക്ക് കിട്ടിയില്ലെന്നുള്ളതാണ്. അപ്പോൾ ലിമിറ്റ് ഓർഡർ ഇട്ട് അവിടെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ 1:2 ഇവിടെ ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സെല്ലേഴ്സ് പ്രസൻ്റായി തുടങ്ങിയിട്ടുണ്ടാവാം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേശ്ശെ സെല്ലേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ വന്നേക്കുന്നത് ഏകദേശം ഈക്വൽ വോളിയത്തിനടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ സെല്ലേഴ്സിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റ് താഴത്തേക്ക് പോരുന്നുണ്ട്. ഇത് നമുക്ക് 1:1 ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ച് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 1:1 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 244.25 1:1 വരുന്നത്. മാർക്കറ്റ് 1:1 വരുവാണ്. അപ്പോൾ എന്തായാലും നമ്മളിനിയിപ്പോൾ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇതിനകത്ത് നടത്തുന്നില്ല. 1:2 റിസ്ക് റിവാർഡ് കിട്ടട്ടെ, അല്ലെങ്കിൽ കിട്ടുക എന്നതാണ് നമ്മളുടെ ആവശ്യം. പിവോട്ട് പോയിൻറ്റ്സ് ഒന്ന് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം വളരെ വൈഡായിട്ടുള്ളൊരു സപ്പോർട്ടും പിവോട്ടുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന്. അപ്പോൾ വളരെ വൈഡെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് R1 റെസിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ താഴത്ത് ഇവിടെ ഒരു ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോരുന്നു എന്ന് കണക്കൂട്ടിയാൽ ഇനി ഒരു പക്ഷേ പിവോട്ട് വരെ മാർക്കറ്റ് താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്കത് വളരെ നല്ലതായിരിക്കും. എനിവേ അതൊന്നും നമ്മളിനി കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി ബ്ലൈൻഡ്ലി 1:2 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ലോസ് നമ്മളിന്ന് കൊടുക്കുന്നുണ്ടാവില്ല. ആക്ച്വലി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് മാത്രമേ ഇന്ന് ലോസായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റിൽ വോളിയം സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച വെച്ചിട്ട് സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് വേണേൽ കരുതാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ മനോഹരമായ കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. അതായത് സെല്ലേഴ്സിൻ്റെ വോളിയം ബയേഴ്സിനേക്കാളും ഈ ഏരിയയിൽ കൂടുന്നുണ്ട്. അതിനനുസരിച്ച് പ്രൈസ് താഴത്തേക്കും വരുന്നുണ്ട്. നമ്മുടെ 1:1 വന്ന് ടച്ച് ചെയ്യുവാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക് ഇവനും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. ആവശ്യം വന്നാൽ അവിടെ നമുക്ക് ട്രയൽ ചെയ്ത് എക്സിറ്റ് എടുത്ത് പോരണം. അത് നമ്മളിവിടെ 26 പൈസ നമ്മളെടുത്തെടുത്ത് നിന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഇവൻ ആകും. നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് നമ്മളിവിടെ ഗ്രീൻ ഡോട്ട്സ് ഇട്ടിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ,
ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെല്ലേഴ്സ് തന്നെയാണ് ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും കുമുലേറ്റീവ്ലി ഡൊമിനേറ്റ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ബയേഴ്സ് ഏറ്റവും കുറവുള്ളത് എവിടെയാണ് അത് നോക്കിക്കഴിഞ്ഞാൽ 290 അപ്പോൾ ഇവിടെ വരെ ഈ 290 വോളിയം എന്ന് പറയുന്നത് 243.50 അപ്പോൾ അങ്ങോട്ട് വരെ മാർക്കറ്റ് എത്താനായിട്ടുള്ളൊരു സാധ്യത നമുക്ക് വേണമെങ്കിൽ ഉണ്ടെന്ന് കരുതാം. ഇനി ഇതാ ഈ ഏരിയ നോക്കൂ, 279 1.5 മില്യൺ. അപ്പോൾ അവിടെ വരെയൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ എത്തിയാൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല. എത്തും എന്നൊന്നും ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഇന്ന് വോളിയം എങ്ങനെ കയറി വരുന്നു എന്നനുസരിച്ചിരിക്കും ഇതെല്ലാം. അപ്പോൾ സ്റ്റിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വോളിയത്തിന് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സെല്ലിംഗ് സൈഡ് വോളിയം കയറി വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ബയ്യേഴ്സ് അതിൽ കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ വോളിയം സെല്ലിംഗ് സൈഡ് നന്നായിട്ട് കയറി വരുന്നു. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുന്നു എന്നൊരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. സോ ദാറ്റ് നമ്മൾ കുറച്ച് നേരം ഇത് പോസ് ചെയ്ത് വെക്കുകയാണ്. ബാക്കി ഇനി എത്തട്ടെ അങ്ങോട്ട്, അതിന് ശേഷം പറയാം കേട്ടോ. വിസിബിൾ റേഞ്ച് വോളിയത്തിൽ വലിയ വർധനവ് സെല്ലിംഗ് സൈഡിലേക്ക് വരുന്നത് നമുക്കിവിടെ ലൈവായിട്ട് കാണാം. ഈ ഏരിയയിൽ വന്നിട്ട്, അതായത് 1:1 വന്നിട്ട് ബയേഴ്സിനേക്കാൾ കൂടുതൽ സെല്ലേഴ്സ് ആയിട്ടുണ്ട് ഓൾറെഡി. ഇവിടെയൊക്കെ 0 ആയിരുന്നു. അവിടേക്കൊക്കെ സെല്ലിംഗ് വോളിയം കൂടി വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 1:2 അധികം വൈകാതെ ഹിറ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. 243.5 വന്നാൽ മതി. വോളിയം നന്നായിട്ട് വരുന്നുണ്ട്, പ്രൈസ് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതാനും പൈസ കൂടെ മതി നമുക്ക് നമ്മുടെ ടാർഗറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഒരു പക്ഷേ ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ താഴത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് പോയേക്കാം. അതെങ്ങോട്ടെങ്കിലും പോകട്ടെ, നമ്മൾ ഇന്ന് ഇത്രയും നോക്കുന്നുള്ളൂ, നമ്മുടെ 1:2 മാത്രം. കാരണം നമുക്ക് എക്സ്പീരിയൻസ്ഡ് ട്രേഡർ ആകുമ്പോഴാണ് ബാക്കി വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ എന്തായാലും അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നില്ല. നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ ഹിറ്റ് ചെയ്യും കേട്ടോ. ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടില്ല, ഹിറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസിൻ്റെ അഭാവമാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം. നമ്മൾ ജസ്റ്റ് 200 ദിവസത്തോടെ അടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 400 ദിവസമൊക്കെ ആകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇനിയും നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടാകും. സോ ദാറ്റ് വലിയ ലെവലിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്നുണ്ടാകും. മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബൈയിങ് വോളിയം ഇവിടെ കൂടുന്നുണ്ട്. സോ ദാറ്റ് എന്ത് സംഭവിക്കാം, ഇനിയിപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഇവിടെയാണ് നമുക്ക് വോളിയം ബേസിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ നമ്മളുടെ കയ്യിൽ നിന്ന് തിരിച്ച് മാർക്കറ്റ് പോയേക്കും. അപ്പോൾ ഇവിടെയാണ് ഈ ക്യാൻഡലിൻ്റെ ഹൈ. അവിടെ സെല്ലേഴ്സാണ് ഡൊമിനേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ വോളിയം ഈ റേഞ്ചിൽ, ഈ ഭാഗങ്ങളിൽ വോളിയം കൂടി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ടാർഗറ്റിന് അടുത്തേക്ക് എത്തട്ടെ. ഇന്നത്തെ ഡേ ലോ 43.17 വരെയാണ് വന്നത്. നമ്മുടെ ടാർഗറ്റ് ഉള്ളത് 43.5 അപ്പോൾ ചില്ലറ പൈസയുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. വോളിയം അങ്ങനെ താഴത്തേക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, പുഷ് ചെയ്യുന്നു എന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ 107K എന്നുള്ളതിനെതിരെ 70K ഉള്ളൂ. അപ്പോൾ 107-നെതിരെ 80-70 ഉള്ളൂ എന്നതാണ്. സോ ദാറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ മാർക്കറ്റ് പാടുപെടുന്നുണ്ട്. താഴത്തേക്ക് ഇപ്പോൾ 145 ആക്കിയിട്ടുണ്ട്, എഗൈൻസ്റ്റ് 70 ഉള്ളൂ. അപ്പോൾ താഴത്തേക്ക് നന്നായിട്ട് പുഷ് വരുന്നുണ്ട്. അപ്പോൾ 43 ക്ലിയർ ചെയ്താൽ നമ്മുടെ ടാർഗറ്റായി. നമ്മളെന്തായാലും ഇനി ഈ ട്രേഡിൽ ഇടപെടുന്നില്ല. സ്റ്റോപ്പ് ലോസ് നമ്മൾ സാധാരണ കൊടുക്കേണ്ട 0.5% വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. അപ്പോൾ ടാർഗറ്റ് ഓർ സ്റ്റോപ്പ് ലോസ് ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്തുന്നില്ല, ട്രയലിംഗ് ചെയ്യുന്നില്ല. മാർക്കറ്റ് അങ്ങനെ നമ്മുടെ ടാർഗറ്റിന് തൊട്ടടുത്തുണ്ട്. ഇന്നലത്തെ ആ ഒരു ക്യാൻഡിലും കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെല്ലേഴ്സ് നല്ലപോലെ ഇന്നലെ ഉണ്ടായിരുന്നു, പക്ഷേ ബയ്യേഴ്സ് 0 ക്വാണ്ടിറ്റിയാണ് അവിടെ കാണിച്ചേക്കുന്നത്. സോ ദാറ്റ് ഈ 2 പോയിന്റിലേക്ക്, അതായത് 243-30 താഴത്തേക്ക് മാർക്കറ്റ് ഇറങ്ങുമോ ഇല്ല 35 താഴത്തേക്ക് മാർക്കറ്റ് ഇറങ്ങി വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്കൊരു ഡൗട്ടുണ്ട്. കാരണം അവിടെ 0 ക്വാണ്ടിറ്റി കാണിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇന്നും അവിടെ അങ്ങനെ ബയ്യേഴ്സ് ഉണ്ടാകുമോ, ബയ്യേഴ്സ് ഇല്ലെങ്കിൽ മാർക്കറ്റിന് അങ്ങോട്ട് എത്താൻ പറ്റുമോ മുതലായ കാര്യങ്ങൾ നമുക്കറിയത്തില്ല. മാർക്കറ്റ് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്.
എനിവേ മാർക്കറ്റ് അങ്ങനെയാണെങ്കിൽ അവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യണം, മുകളിലേക്കൊരു ക്യാൻഡിൽ ക്ലോസിങ് തരണം, അതിനകത്ത് അത്യാവശ്യം വോളിയം ഉണ്ടാകണം. അതിനുശേഷം അതിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ആ സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് മാർക്കറ്റിന് ഒരു പക്ഷേ താഴത്തേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും സമയം കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. നോക്കാം. നിഫ്റ്റി 50 നല്ലപോലെ മുകളിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അറ്റ് ദ സെയിം ടൈം തന്നെ നമ്മുടെ സ്റ്റോക്ക് ഇപ്പോൾ നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഏരിയയിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ബയ്യേഴ്സ് വളരെ കൂടുതലുണ്ട്, ഇരട്ടിയിലധികം. അപ്പോൾ സെല്ലേഴ്സ് കൂടുതലുള്ള ഏരിയ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയയിൽ താഴത്തേക്ക് പോകണം. ഇവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നീട് സെല്ലേഴ്സ് വരുന്നുള്ളൂ. സോ ദാറ്റ് ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ താഴത്ത് ബ്രേക്ക് ചെയ്താൽ അവിടെ സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് പോരാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, 0.5% ഗ്യാപ്പിൽ അവിടെ ഉണ്ട്. സോ ദാറ്റ് ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയാൽ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. എനിവേ വളരെ ചെറിയ പൈസയ്ക്കാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റാവാതെ പോയത്. സോ ദാറ്റ് കുഴപ്പമില്ല, നമ്മുടെ ഡയറക്ഷനും ജഡ്ജ്മെൻറ്റും നമ്മുടെ കാൽക്കുലേഷനും എല്ലാം കറക്റ്റ് തന്നെയാണ്. നമ്മൾ ആ എൻട്രി ഇട്ട പോയിന്റിൽ നമുക്കത് കിട്ടിയത് കുറച്ച് പ്രൈസ് തള്ളിയാണ് കിട്ടിയത് എന്നുള്ളതാണ്. മാർക്കറ്റ് ഓർഡറാണ്, നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇത്രയൊക്കെ തന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഒപ്പം തന്നെ 1% സ്റ്റോപ്പ് ലോസ് ഫസ്റ്റ് ടൈം നമ്മൾ വെച്ചിരുന്നു, അത്രയും നമുക്ക് വെക്കാനും സാധ്യമല്ല എന്നതുകൊണ്ട് നമ്മളത് ട്രയൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ എന്തായാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടിരിക്കുക, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഇന്നലത്തെ ക്യാൻഡിൽസും കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെല്ലേഴ്സ് കൂടുതലുള്ള ഏരിയ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ വെയിറ്റേജ് നമുക്കിന്നും മാർക്കറ്റ് തന്നാൽ അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അവിടെ മാർക്കറ്റ് കഴിഞ്ഞ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടാവാം. നെക്സ്റ്റ് ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ വരുന്നത് 75 244 75. അതും ഇപ്പോൾ എടുത്തേക്കാം. 75 നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്, അത്യാവശ്യം മോശമല്ലാത്ത ഓർഡർ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഒരു 3000-ഓളം. അപ്പോൾ മാർക്കറ്റ് അതും എടുത്ത് താഴത്തേക്ക് പോയാൽ നമുക്കിവിടെ കാണാം ഏകദേശം തുല്യമാണ് വോളിയം കാണിക്കുന്നത്. എന്നാൽ ഈ മേഖലയിൽ വരുമ്പോൾ സെല്ലേഴ്സ് കുറച്ച് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. സോ ദാറ്റ് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൽ ലോയും ബ്രേക്ക് ചെയ്താൽ നമ്മുടെ ടാർഗറ്റിലേക്ക് ഒരു ഫാസ്റ്റ് മൂവ് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സെല്ലിംഗ് സൈഡ് വോളിയം കൂടി വരുന്നുണ്ട്. ഈ ക്യാൻഡലിൻ്റെ ലോ നമ്മളുടെ ആ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ടച്ച് ചെയ്തിട്ടുണ്ട്. വോളിയം ഇവിടെ നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. 764, 731, 780, 747 ആ രീതിയിൽ. അപ്പോൾ താഴത്തേക്ക് പോകും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കാം നമുക്കറിയത്തില്ല. യെസ്, താഴത്തേക്ക് പോകുന്നു. വോളിയത്തിൽ നല്ലൊരു വ്യത്യാസം ഇവിടെ തന്നു. അപ്പോൾ താഴത്ത് വന്നു കഴിഞ്ഞാൽ സെല്ലേഴ്സാണ് ഇവിടെ മുന്നേ ഉണ്ടായിരുന്നത്, അത് കണ്ടിന്യൂ ചെയ്താൽ പിന്നെ അത് തന്നെ ഈ ഏരിയയിലാണെങ്കിലും സെല്ലേഴ്സാണ് കൂടുതലുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. റെസിസ്റ്റൻസ് കാര്യമായി വരാനില്ല. ഈ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴത്തേക്കൊരു മൂവ്, അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒപ്പത്തിനൊപ്പം ബയേഴ്സും സെല്ലേഴ്സും ഉള്ളൊരു ഏരിയയാണ്. എന്നാൽ അത് വലിയ നിലനിൽക്കേണ്ട കാര്യമില്ല. താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ ഇരട്ടിയിലധികം വ്യത്യാസം പിന്നീട് അങ്ങോട്ട് ഓരോ സ്റ്റെപ്പിലും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ അത്യാവശ്യം സെല്ലേഴ്സ് ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഇരട്ടിയിലധികം വ്യത്യാസം ബയേഴ്സുമായിട്ട് വന്നതായിട്ടാണ് കാണുന്നത്. സ്റ്റിൽ പ്രൈസ് എങ്ങും കയറി പോകുന്നില്ല എന്നുള്ളതാണ്. പ്രൈസ് ഇതാ താഴത്തേക്ക് പോകുന്നു. ബയേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം 400K ആണ്, 200 സെല്ലേഴ്സ് ഉള്ളൂ. മുകളിലേക്ക് പോകുമ്പോഴൊക്കെ ഇവിടെ ബയേഴ്സ് കൂട്ടിയിട്ടുണ്ട്, പക്ഷേ സെല്ലേഴ്സ് കുറവാണ്. സ്റ്റിൽ പ്രൈസ് താഴെ പോകുന്നു. ഇവിടെ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സെല്ലേഴ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇവിടെ സെല്ലേഴ്സ് ഇപ്പോൾ കൂടുതൽ കാണിക്കുന്നുണ്ട്, കണ്ടോ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് മാറി മാറി കാണിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല.
നമുക്ക് പുതിയൊരു അറിവാണത്. എനിവേ, ഇതൊരു ക്രൂഷ്യൽ പോയിൻ്റ് മേ ബി ആയിരിക്കാം. ഈ ക്യാൻഡിലിൽ ഓൾറെഡി 3 മിനിറ്റ് മിച്ചമുണ്ട് ഇനിയും. എന്നിരുന്നാലും നല്ല വോളിയം ഈ ക്യാൻഡിലിൽ വന്നിട്ടുണ്ട്. 280 മുകളിൽ വോളിയം വന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അത് ബൈയിങ് വോളിയമായിട്ട് നമ്മൾ ഈ ക്യാൻഡിൽ കാണുമ്പോൾ തോന്നുമെങ്കിലും ആക്ച്വലി അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ചില സമയത്ത് ഇവിടെ സെല്ലിംഗ് വോളിയമായിട്ട് ഈ പർട്ടിക്കുലർ പ്രൈസിൽ തന്നെ 400K കാണിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അത് അങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഏകദേശം ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ ജസ്റ്റ് റെഡ് ആവുന്നുണ്ട്. അപ്പോൾ റെഡായിട്ട് കാണുമ്പോൾ നമ്മൾ ഈ വോളിയം കണ്ടിട്ട് അത് സെല്ലേഴ്സ് വോളിയമായിട്ട് കരുതും. അപ്പോൾ അതാണ് ഈ വെർട്ടിക്കൽ വോളിയം ബാർ നമ്മൾ കാണുമ്പോൾ ഉള്ള കുഴപ്പം. ഹൊറിസോണ്ടലി നോക്കുമ്പോൾ ഇതാണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം തുല്യം എന്ന് പറയാവുന്ന രീതിയിൽ. എന്നാൽ ഇവിടെ മാറി മറിയുന്നുണ്ട് വോളിയം. ഇതാ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് റെഡ് ആകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ 400-ന് കാണിക്കുന്നു. ഒപ്പം തന്നെ താഴത്തേക്ക് പോകുമ്പോൾ ഈ ഏരിയയിലൊക്കെ കൂടുതൽ സെല്ലേഴ്സ് വോളിയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊരു ട്രാപ്പിംഗ് ക്യാൻഡിൽ മേ ബി ആയിരിക്കാം. എന്നിട്ട് അടുത്ത ക്യാൻഡിൽ താഴത്തേക്ക് പോകുന്നു കഴിയുമ്പോൾ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ അത് ബയ്യേഴ്സ് ആയിരുന്നില്ല, സെല്ലേഴ്സ് ആയിരുന്നു എന്ന്. ക്യാൻഡിൽ ക്ലോസ് ആകാൻ ഇനിയും 1 മിനിറ്റും കൂടെ സമയമുണ്ട്. നമുക്ക് എന്തായാലും ക്ലോസ് ചെയ്തിട്ട് ഇതെന്താ കാണിക്കുന്നതെന്ന് നോക്കാം. ക്യാൻഡിലിൻ്റെ ക്ലോസിനോടടുത്തപ്പോൾ കണ്ടോ 400K വോളിയം സെല്ലിംഗ് സൈഡ് ഇപ്പോൾ കാണിച്ചു, 200 ബൈയിങ് സൈഡും. അപ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇത് കണ്ടിട്ട് എൻട്രി എടുത്ത കുറേ പേര് ട്രാപ്പ് ആകുന്നുണ്ടാവും. അതായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഇതിൻ്റെ വോളിയം കണ്ടോ 367, 371K വോളിയം വന്നിട്ടുണ്ട്. പക്ഷേ ആ ക്യാൻഡിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. എങ്ങോട്ടേക്കൊന്നൊരു ഡയറക്ഷനൊന്നും തന്നിട്ടുമില്ല. കുറേ തോന്നലുകൾ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കിപ്പോൾ ഏകദേശം ഇരട്ടിയോളം മാത്രമേ ഒരു വ്യത്യാസം ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞ ഇതിൽ നമ്മൾ അങ്ങനെയല്ല കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ക്യാൻഡലിനെ കണ്ട കോൺഫിഡൻസിലാവാം ഈ ക്യാൻഡലിലും കൂടെ കുറേ അധികം ബയ്യേഴ്സ് വരുന്നുണ്ട്. ബൈയിങ് സൈഡ് വോളിയം കയറുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. എന്നാൽ വോളിയം കാര്യമായിട്ട് വന്നിട്ടൊന്നുമില്ല. ഇത്ര നേരം നോക്കിക്കഴിഞ്ഞാൽ 33K വോളിയമേ വന്നിട്ടുള്ളൂ. ഈ ക്യാൻഡിൽ അവസാനിക്കാൻ പോവുകയാണ്. പക്ഷേ വോളിയം വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് തോന്നുന്നത് അതൊരു നല്ല ട്രാപ്പിംഗ് ക്യാൻഡിലായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഇപ്പോൾ തന്നെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്തു. അത്രയും ഹ്യൂജ് വോളിയം കൊടുത്താണ് പ്രീവിയസ് ക്യാൻഡിൽ. അപ്പോൾ അത്രയും വോളിയം കൊടുത്തത് നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ കുറഞ്ഞ വോളിയത്തിൽ അത് താഴത്തേക്ക് ബ്രേക്ക് തരുവാണ്. അപ്പോൾ അതങ്ങ് ബ്രേക്ക് ചെയ്ത് റെഡ് ക്യാൻഡിൽ നല്ലൊരെണ്ണം അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ വോളിയത്തിൽ ഭയങ്കരമായ മാറ്റം, അതായത് 400 സെല്ലിംഗ് സൈഡിൽ കാണിക്കാനും 200 ബൈയിങ് സൈഡിൽ കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ട്രാപ്പിംഗ് അവിടെ നടക്കുന്നു എന്ന് നമുക്ക് കരുതാം. നിഫ്റ്റി 50 ഈ സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഈ പിവോട്ടിൽ ഒരു 5-6 ക്യാൻഡിലായിട്ട് ആ പിവോട്ടിൽ നിൽക്കുവാണ്. ടച്ച് ചെയ്ത് മൂവ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് 35 മിനിറ്റോളം അതവിടെ ഹോൾഡ് ചെയ്യുവാണ്. മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകാം. ഇനി അത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു ഫോൾ താഴത്തേക്ക് തരാം. അതാണ് അവിടുത്തെ ഒരു കണ്ടീഷൻ. ഫസ്റ്റ് 1 മിനിറ്റ് ഈ ക്യാൻഡിൽ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇതൊരു നല്ല റെഡ് ക്യാൻഡിലായി മാറാനുള്ള സാധ്യതയുണ്ട്. ക്ലോസിങ്ങിലേക്ക് അത് നല്ല റെഡ് ക്യാൻഡിലായേക്കാം. ഓക്കെ, വോളിയം കാര്യമായിട്ടൊന്നും വന്നിട്ടുമില്ല. ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ നമ്മുടെ 1:1 മാർക്കറ്റ് എത്തുകയുമാണ്. ഇപ്പോൾ നമുക്ക് കാണാം അത് 137K വോളിയം ഉണ്ട് ആ ക്യാൻഡിലിന്. അവിടെ കടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല ഫാസ്റ്റ് മൂവിങ് വരുന്നത് പോലൊരു തോന്നൽ അവിടെ നമുക്കിപ്പോൾ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് താഴത്തേക്കെല്ലാം നമ്മൾക്ക് കാണാം നമ്മളുടെ സെല്ലേഴ്സിൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള ഏരിയയിലേക്കാണ് വന്ന് കയറാൻ പോകുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ ടാർഗറ്റ് കുറച്ചധികം താഴത്ത് തന്നെയാണ് ഉള്ളത്. നമ്മുടെ 1:1 അത് ടച്ച് തന്നു.
ഇനിയിപ്പോൾ ട്രയൽ ചെയ്യണോ വേണ്ടയോ എന്ന കൺഫ്യൂഷനൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, നമ്മൾ എപ്പോഴൊക്കെ ട്രയൽ ചെയ്തോ ട്രയലും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് നമ്മുടെ ടാർഗറ്റ് കിട്ടാതെ പോകുന്നൊരു കാഴ്ചയായിരുന്നു. ഇന്ന് പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്കത് വേണ്ട. ഇത് മുകളിലേക്ക് ബ്രേക്ക് തന്നപ്പോഴാണ് നമ്മളുടെ സ്റ്റോക്ക് താഴത്തേക്ക് ഇവിടെ ബ്രേക്ക് ചെയ്തത്. സോ ദാറ്റ് സംഭവിക്കട്ടെ. നമ്മളിങ്ങനെ പേടിച്ചിട്ട് ട്രയൽ ചെയ്തുകൊണ്ടിരുന്ന ട്രയലും സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇവിടെ നമുക്കിപ്പോൾ കാണാം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം സംഭവിച്ചിട്ടുണ്ട്. 400K സെല്ലേഴ്സും 400K ബയ്യേഴ്സും ഈക്വലായിട്ടുള്ളൊരു രീതി ഇവിടെ കണ്ടു തുടങ്ങുന്നുണ്ട്. സോ ദാറ്റ് മാർക്കറ്റിന് അങ്ങനെയാണെങ്കിൽ താഴത്തേക്കും പോകാം മുകളിലേക്കും പോകാം എന്ന സാധ്യത. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ടാർഗറ്റ് വേണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ഇനി തൊട്ട് അങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ എന്ത് റിസൾട്ട് കിട്ടുന്നു നോക്കാമല്ലോ. ഈ ക്യാൻഡിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കമ്പാരിറ്റീവ്ലി അത്ര വലിയ വോളിയം എന്നൊന്നും പറയാനില്ല എങ്കിൽ പോലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സെല്ലേഴ്സും ബയ്യേഴ്സും തമ്മിലുള്ള വ്യത്യാസം 4 ഇരട്ടിയുടേതാകുന്നുണ്ട്. അപ്പോൾ സെല്ലേഴ്സ് 4 ഇരട്ടിയുണ്ട്, ബയ്യേഴ്സ് 100 ചിഷ്ടമേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ 3 ഇരട്ടിയുണ്ട്. അപ്പോൾ താഴത്തേക്ക് തന്നെ മാർക്കറ്റ് പോകുന്നൊരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടന്ന ട്രാപ്പിംഗ് ആയിരുന്നു. ഓക്കെ, ഇനി എന്ത് തന്നെ ആയാലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കേട്ടോ. നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എല്ലാം മെക്കാനിക്കലാണ്. സ്റ്റോപ്പ് ലോസ് കൊടുക്കുക അല്ലെങ്കിൽ ടാർഗറ്റ് എടുക്കുക. ടാർഗറ്റ് എടുക്കുകയല്ല, മാർക്കറ്റ് വന്നാൽ ടാർഗറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് മാത്രം നമ്മൾ കൊടുക്കുന്നു. ആക്ച്വലി അതാണ് നമ്മുടെ കഴിവ്. അത് കൊടുത്തിട്ട് ഇങ്ങ് പോരുക എന്നതാണ്. അങ്ങനെ കുറച്ചധികം സമയത്തിന് ശേഷം വീണ്ടും നമ്മളുടെ ടാർഗറ്റിനടുത്തേക്ക് മാർക്കറ്റ് എത്തുന്ന കാഴ്ചയാണ്. 44 നമുക്ക് ഹ്യൂജ് ഓർഡേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തു പോയി. അപ്പോൾ വോളിയം വന്നേക്കുന്ന കാണാം. കഴിഞ്ഞ ക്യാൻഡലിനകത്തുണ്ടായിരുന്ന ഏകദേശം സെയിം വോളിയത്തിലേക്ക് മാർക്കറ്റ് എത്തുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 മില്യൻ്റെ സെല്ലിംഗ് ഓർഡറും ബയ്യേഴ്സിൻ്റെത് 600 നമുക്കിവിടെ കാണുന്നത്. ഒപ്പം തന്നെ സെല്ലേഴ്സ് ഇവിടെ കൂടി വരുന്നത് നമുക്ക് കാണാം. ഇവിടെയാണെങ്കിലും സെല്ലേഴ്സാണ് കൂടുതൽ. നമ്മളുടെ ടാർഗറ്റ് വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെല്ലേഴ്സിൻ്റെ വോളിയമാണ് കൂടുതൽ നിലവിലുള്ളത്. ഇന്നലെയും ഇന്നത്തെയും ക്യുമുലേറ്റീവാണ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഉള്ളത് 243.5 അപ്പോൾ 243.5 243.50 നല്ല ഓർഡേഴ്സ് 35,000 ഓർഡേഴ്സ് കാണുന്നുണ്ട്. 243 നമുക്കിപ്പോൾ വിസിബിൾ അല്ല. അപ്പോൾ ഈ വരവിൽ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ അത് ഹിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഈ വരുന്ന വരവിൽ 1:1 ട്രയൽ ചെയ്യേണ്ട ആവശ്യം വരും. അതല്ലെങ്കിൽ നമ്മൾ മാനുവൽ എക്സിറ്റ് എടുക്കേണ്ടി വരും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 43.50 മാർക്കറ്റ് ടച്ച് കൊടുത്തു. മാർക്കറ്റിൻ്റെ ലോ വരുന്നത് നമുക്ക് ഈ കാണുന്ന പോലെ 43.17. സോ അങ്ങോട്ട് മാർക്കറ്റ് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിഫ്റ്റി 50 ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ 2 പിവോട്ടിൻ്റെ മധ്യഭാഗത്ത് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അവിടെ ഡബിൾ ടോപ്പ് വെച്ചിട്ട് റിവേഴ്സ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. വോളിയം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 450 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസുകൾ മേ ബി എടുത്തിട്ടുണ്ടാവാം. അവിടെ നല്ല ഓർഡർ ഉണ്ടായിരുന്നു, 30,000-ഓളം ഓർഡർ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സ്റ്റിൽ നമുക്ക് 43 ഒന്നും കാണുന്നില്ല, വിസിബിൾ അല്ല അങ്ങോട്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് ഈ അലർട്ടിനെ എടുത്തിട്ട് 1:1 നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ടച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് ട്രയൽ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മാനുവൽ എക്സിറ്റ് രണ്ടിലൊന്ന് ചെയ്യുന്നുണ്ടാവും. വോളിയം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫേവറബിളായിട്ടാണ് സ്റ്റിൽ അത് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇരട്ടിയിലധികം വോളിയം സെല്ലിംഗ് സൈഡിൽ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ടാർഗറ്റ് ഹിറ്റ് ചെയ്യട്ടെ. മാർക്കറ്റ് അങ്ങനെ ലോയിലേക്ക് എത്തുന്നു. ഈ ക്യാൻഡലിൻ്റെ ലോ 27, ഡേ ലോ 17. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. വോളിയം നല്ലപോലെ കൂടുതൽ കാണിക്കുന്നുണ്ട് നമ്മുടെ സൈഡിലേക്ക്. ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം വോളിയം സെല്ലിംഗ് സൈഡ് കാണിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു 2 പ്രൈസ് പോയിന്റുകളിൽ
നമ്മുടെ ടാർഗറ്റിന് തൊട്ടടുത്തെത്തിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം റിവേഴ്സായി പോയതാണ്. ഏകദേശം അതേ ഒരു അനുഭവമാണോ നമുക്കൊന്ന് നോക്കാം. വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. നമ്മളുടെ ടാർഗറ്റ് ഇപ്പോൾ കിട്ടിയേക്കാം എന്നൊരു തോന്നൽ നമുക്കുണ്ട്. വോളിയം നമ്മളിവിടെ ഡോമിൽ കാണുന്നത് 43 നല്ല ഹ്യൂജ് വോളിയം ഉണ്ട്. സോ അതെടുക്കാൻ മാർക്കറ്റ് വരേണ്ടതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് 15 പൈസയുടെ ഗ്യാപ്പാണുള്ളത്. അത് ഹിറ്റ് ചെയ്താൽ ഒരു 300 രൂപ നമുക്കിത് കുറേ ദിവസത്തിന് ശേഷം ടാർഗറ്റ് അടിക്കുകയാണിന്ന്. ഓക്കെ, നമുക്കത് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ജേണലും കൂടെ എഴുതിയിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാം. ധാരാളം സമയം എടുത്തു എന്നുള്ളതാണ്. നമ്മളിത് ഹോൾഡ് ചെയ്യാതെ ഇതിനിടയ്ക്ക് നമ്മൾ ട്രയലും സ്റ്റോപ്പ് ലോസ് വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്കതേ കിട്ടുള്ളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ദിവസങ്ങളിൽ നമുക്ക് ട്രയലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഇവിടെ ഇതെല്ലാം നമ്മൾ ബ്രേക്ക് ഈവൻ എക്സിറ്റ് എടുത്തതെല്ലാം നമുക്ക് അത് വെച്ചത് കൊണ്ട് സംഭവിച്ചതാണ്. അത് നമ്മൾ വെച്ചില്ലായിരുന്നുവെങ്കിൽ, അത് വെച്ചത് നമുക്ക് ഭയമുള്ളത് കൊണ്ടിട്ടാണ് വെച്ചത്, കാരണം ലോസ് കൊടുക്കേണ്ടി വരുമോ. നേരെ മറിച്ച് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല ലോസ് ടേക്കേഴ്സാണ് നല്ല ട്രേഡേഴ്സ് എന്ന്. അത് സത്യമാണെന്ന് നമുക്ക് ലൈവായിട്ട് നമ്മൾ മനസ്സിലാക്കുവാണ്, ചെയ്തു തന്നെ മനസ്സിലാക്കുവാണ്. കാരണം ആ ലോസ് എടുക്കാൻ വേണ്ടി ഇരുന്നാൽ മാത്രമേ നമുക്ക് ടാർഗറ്റ് എടുക്കാനായിട്ടുള്ള ക്ഷമയും ധൈര്യവും വരത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ലോസ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കഴിവാണ്, ടാർഗറ്റ് കിട്ടുക എന്നുള്ളത് നമ്മുടെ കഴിവല്ല. സോ ദാറ്റ് നമ്മളത് കൊടുക്കാൻ വേണ്ടി തയ്യാറായതുകൊണ്ടാണ് നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത്. സോ നമുക്കതും കൂടെ എഴുതിയിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ജേണൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 300 ONGC 305 രൂപ പ്രോഫിറ്റ് ഷോർട്ട് സെല്ല് ചെയ്തു. പ്രോഫിറ്റിൽ ഒരു കൗണ്ട് നമ്മൾ ആഡ് ചെയ്തു. ടോട്ടൽ ട്രേഡിംഗ് ഡേയ്സ് ഇപ്പോൾ 194 ദിവസം, 107 ദിവസം ലോസും 87 ദിവസം പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 8 ദിവസം ഈ മാസത്തിൽ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റും 7 ദിവസം നമ്മൾ ലോസും കൊടുത്തു. 53% വിൻ റേഷ്യോ. ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ഇതുവരെ മൊത്തത്തിൽ 36 ദിവസം പ്രോഫിറ്റും 31 ദിവസം ലോസും, അങ്ങനെ 54% വിൻ റേഷ്യോ അതും കിട്ടിയിട്ടുണ്ട്. നെറ്റ് നമ്മളിപ്പോഴും നിലനിൽക്കുന്നത് ഈ മാസം നമ്മൾ 15% ലോസിലാണ് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം 300 പ്രോഫിറ്റ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഒരു 2 ഡേയ്സ് 3 ഡേയ്സ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഇവനിലേക്കും പിന്നെ പതുക്കെ പ്രോഫിറ്റിലേക്കും എത്താനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ട്. നെറ്റ് ഇതുവരെ ഉള്ള ദിവസങ്ങൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 711 നമ്മൾ പ്രോഫിറ്റിൽ നിലനിൽക്കുന്നുണ്ട്. 200 ദിവസം എന്ന് പറയുന്നത് ട്രേഡിംഗ് ചെയ്ത് തുടങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പീരീഡൊന്നുമല്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും ഡാറ്റ അക്യുമുലേഷനും ഒക്കെ ഈ പീരീഡ് കൊണ്ട് നടക്കുന്നുള്ളൂ. അങ്ങനെ ഈ 200 ദിവസം കിട്ടിയ ഡാറ്റ മൊത്തം വിശകലനം ചെയ്തിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് 200 ഡേയ്സിലേക്കുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ റിസ്ക് റിവാർഡ് കൂട്ടാൻ എങ്ങനെ സാധിക്കും, അതേപോലെ തന്നെ വിൻ റേഷ്യോ എങ്ങനെ കൂട്ടാം, ഇതിനെല്ലാം നമുക്ക് വേണ്ടത് ഡാറ്റയാണ്. ഒപ്പം തന്നെ ഈ ട്രേഡ് നമ്മൾ ഹോൾഡ് ചെയ്ത സമയം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ നിന്ന് എൻട്രി എടുത്തു. ആഫ്റ്റർ ദാറ്റ് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് എടുത്ത ക്യാൻഡിൽ വരെ നമ്മൾ 2.5 മണിക്കൂറോളം ഹോൾഡ് ചെയ്തു. ഇതിനിടയ്ക്ക് പലപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇവിടെ എൻട്രി എടുത്തതിന് ശേഷം ബ്രേക്ക് ഈവനിലേക്ക് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പോലെ ചെയ്യാമായിരുന്നു. പക്ഷെ അവിടെ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം ഇന്നും നമുക്ക് ആ ബ്രേക്ക് ഈവൻ കൊണ്ട് തൃപ്തിപ്പെട്ട് പോരേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ റിസ്ക് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് നല്ലത് എന്നുള്ളത് നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് എത്ര ദിവസമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു 4 ദിവസം നമുക്ക് ബ്രേക്ക് ഈവൻ കൊണ്ട് പോരേണ്ടി വന്നു. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോഴാണ്, അതായത് ഈ ഡാറ്റ കിട്ടുന്നതിലൂടെയാണ് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അത് മനസ്സിലാക്കിയത് കൊണ്ടിട്ടാണ് ഇന്ന് നമ്മൾ എന്തായാലും സ്റ്റോപ്പ് ലോസ് 0.5% കുറയ്ക്കുന്നില്ല. അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. ഒന്നെങ്കിൽ ടാർഗറ്റ് കിട്ടണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം എന്ന തീരുമാനം നമ്മൾ എടുത്തത് അതുകൊണ്ടാണ്.
അപ്പോൾ ഇത് ആ കോൺഫിഡൻസ് ബിൽഡ് ആയത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ ഡാറ്റയുടെ പുറത്താണ്. സോ ദാറ്റ് ഇപ്പോൾ നമ്മൾ 200 ദിവസം ആകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഒരു 200 ദിവസം കൂടെ കൊണ്ട് നമ്മുടെ ട്രേഡിങ്ങിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. കാരണം ഇപ്പോൾ ഓൾറെഡി നമുക്ക് കുറേ അധികം ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. 200 ദിവസത്തോളത്തുള്ള ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് 200 ഡേയ്സിലേക്ക് പോകാൻ പോകുന്നത്. സോ നമ്മൾ തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന കോൺഫിഡൻസോ എക്സ്പീരിയൻസോ അല്ല നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അത് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടിനകത്ത് കാര്യമായ മാറ്റം ഇനി വരുന്ന 200 ഡേയ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റ് ടോട്ടലി എത്ര മൂവ് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഇന്നത്തെ ലോ മുതൽ ഇന്നത്തെ ഹൈ വരെ നമ്മൾ മെഷർ ചെയ്താൽ 1.5% മാർക്കറ്റ് ടോട്ടലി മൂവ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു മാർക്കറ്റിൽ 1% നമ്മുടെ ടാർഗറ്റ് നമ്മൾ എടുത്തു എന്നുള്ളതാണ്. മനസ്സിലാക്കുക, 2% ATR ഉള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ട്രേഡിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. കാരണം നമുക്ക് 1% ടാർഗറ്റ് കിട്ടണം, 0.5% നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കണം. അപ്പോൾ 1.5%-ന് മുകളിൽ അല്ലെങ്കിൽ 2% ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടാർഗറ്റ് കിട്ടേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിനെ ഉൾക്കൊള്ളിക്കാനായിട്ടാണ് നമ്മൾ 2% ATR ഉള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തത്. എന്നാൽ പോലും ഇന്ന് 1.5% മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും നമ്മൾ കൃത്യമായി അതിനകത്ത് 0.5% സ്റ്റോപ്പ് ലോസും വെക്കാൻ പറ്റി, നമുക്ക് ടാർഗറ്റും ഈ പറഞ്ഞതുപോലെ നമുക്ക് 1% എടുക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് ഒരു എഡ്ജിൽ നിന്ന് മറ്റേ എഡ്ജിലേക്ക് ഇതുവരെയുള്ള മാർക്കറ്റിൻ്റെ മൂവിൽ ഇന്നത്തെ ഒരു എഡ്ജിൽ നിന്ന് മറ്റേ എഡ്ജിലേക്ക് കൃത്യമായി എൻട്രി എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം. എല്ലായ്പ്പോഴും തന്നെ ഭൂരിഭാഗവും നമ്മൾ വിൻ ചെയ്യുന്ന ട്രേഡുകളിലെല്ലാം തന്നെ നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു എഡ്ജിലാണ്. അത് ഒരു 0.5%-നുള്ളിൽ നമുക്ക് എൻട്രി വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഏകദേശം ഇവിടെ ഹിറ്റ് ചെയ്ത സമയത്താണ് നമ്മൾ എൻട്രി എടുത്തത്. എന്നിരുന്നാൽ പോലും നമുക്ക് കുറച്ച് താഴത്തേക്ക് ഏകദേശം ഈ ഒരു പ്രൈസിലാണ് നമ്മുടെ എൻട്രി പ്ലേസ്ഡ് ആയത്. മാർക്കറ്റ് ഓർഡർ ആയിരുന്നുകൊണ്ട് സംഭവിച്ചാണ്. എന്നിട്ട് നമുക്ക് 1% ഈ 1.5% ചേഞ്ചിനുള്ളിൽ കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമുക്കൊരു കാര്യം കൂടെ അറിയാം. മാർക്കറ്റിൽ ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിൽ റിവേഴ്സൽ ട്രേഡ് എടുക്കണം നമുക്കറിയാം. ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിൽ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് എടുത്ത് പോകണമെന്ന് നമുക്കറിയാം. ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്തത് കൊണ്ടാണ് നമ്മളിവിടെ മാർക്കറ്റ് വന്നപ്പോൾ സെല്ല് ചെയ്തത്. ഇനി ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഫസ്റ്റ് ഇങ്ങോട്ട് വന്നിരുന്നു എങ്കിൽ നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യുമായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ അല്ല മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഓർഡർ ബ്ലോക്കിനോട് ചേർന്ന് ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നു. ഒരു 0.5%-നുള്ളിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്തതിന് ഫസ്റ്റ് ക്യാൻഡലിൽ ഒരിക്കലും നമ്മൾ എൻട്രി എടുക്കില്ലായിരുന്നു. ഈ ഓർഡർ ബ്ലോക്കിനെ എങ്ങനെ പരിഗണിക്കുന്നു, അതിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് ഒരു റീടെസ്റ്റ് ഇവിടെ വന്ന് പിന്നെ മുകളിലേക്ക് പോകുമ്പോഴേ നമ്മൾ എൻട്രി എടുക്കുമായിരുന്നുള്ളൂ. ഓക്കെ, ഇനി അതല്ല മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തിരുന്നതെങ്കിലും ഇത് ട്രെൻഡ് ആകുമോ താഴത്തേക്ക് പോകുമോ എന്നത് നോക്കി ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ റീടെസ്റ്റ് തന്നിട്ട് നമ്മൾ എൻട്രി എടുക്കുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. നേരെ മറിച്ച് മധ്യഭാഗത്ത് എവിടെയെങ്കിലും ആണ്, ഇല്ലെങ്കിൽ 0.5%-ൽ കൂടുതൽ ചേഞ്ചിലാണ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് അകന്നിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിവേഴ്സൽ എൻട്രീസ് എടുക്കും. കാരണം മാർക്കറ്റ് അത്രയും സ്ട്രെങ്ത് സ്പെൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇവിടെ ഫ്രഷായിട്ടുള്ള മാർക്കറ്റ് ഓർഡേഴ്സ് ഇരിപ്പുണ്ട്. അത് പലപ്പോഴും തന്നെ എവിടെ നിന്ന് വരുന്നു അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരാൻ സാധ്യത. അതുകൊണ്ട് നമ്മളവിടെ എൻട്രി പേടിക്കാതെ എടുക്കാൻ പറ്റും. കാരണം ഇവിടുന്ന് പുഷ് ചെയ്തുകൊണ്ട് വരുന്നവരുടെയൊക്കെ സ്ട്രെങ്ത് ഇവിടെ എത്തുമ്പം വീക്കാവുന്നുണ്ടാകും. ആ സമയത്താണ് ഇവർ കയറി ഫ്രഷായിട്ടുള്ള ആൾക്കാർ കയറി അറ്റാക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഇവരുടെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവർ ഫ്രഷായിട്ട് ഹ്യൂജ് വോളിയമാണ് ഈ ഏരിയയിൽ വരേണ്ടത്. അത്രയും ഒരു വോളിയം ഈ ഏരിയയിൽ നിന്ന് വരേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഹ്യൂജ് വോളിയം ഉണ്ടാകും, ഈ ഒരു ഏരിയയിൽ ഹ്യൂജ് വോളിയം ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഏരിയാസാണ്, ഓർഡർ ബ്ലോക്കുകളാണ്. അപ്പോൾ ആ ഓർഡർ ബ്ലോക്കുകൾക്ക് ഉള്ള വെയിറ്റേജ് ഒന്നും മധ്യഭാഗത്തിന് എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ടിട്ടാണ് നമുക്ക് അവിടുന്ന് റിവേഴ്സൽ എൻട്രീസ് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അടുത്ത ദിവസം തൊട്ട് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ അടിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതല്ല എങ്കിൽ വീഡിയോ ഇതുപോലെ ലെങ്തി ആയി പോകുന്നുണ്ടാകും. അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു.